നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒന്നോ രണ്ടോ എപ്പിസോഡിന് മുമ്പ് നമ്മൾ ഫോണിൽ നമ്പറുകളിട്ട കാരണം പല കാരണങ്ങൾ പറഞ്ഞ് പലരും എന്നെ വിളിക്കുകയും നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. സിനിമയ്ക്ക് കഥയുണ്ട്, ഇങ്ങനെ പല വിഷയങ്ങൾ. അതിലൊന്ന് ഞാൻ പറഞ്ഞത്, ഒരു മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെ, മമ്മൂട്ടി അടുത്ത പടം ഏതാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് പുള്ളിക്കാരനെ പോയി കണ്ട് കുറച്ച് സാമ്പത്തിക സഹായം ചോദിക്കാനാണെന്നൊക്കെ പറഞ്ഞ ഒരുത്തൻ, ലിബി എന്ന് പറഞ്ഞ ഒരുത്തൻ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ പ്രോഗ്രാം പോയ ശേഷം ഇന്നലെ എന്നെ അദ്ദേഹം വിളിച്ചു. അപ്പോൾ എന്നോട് സംസാരിക്കുന്നത് വളരെ താഴ്മയോടെ സംസാരിക്കുന്ന ഒരുത്തരാണ്. അപ്പോൾ ഈ ശ്രീനിവാസൻ, നടൻ ശ്രീനിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ദിനേശ് അമിത വിനയം കാണിക്കുന്നവനെ വിശ്വസിക്കുകയും ചെയ്യരുത്, അവൻ വലിപ്പിക്കും എന്ന് ശ്രീനിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കക്ഷിയാണ് ഇയാൾ, അതിവിനയം കാണിക്കും. ഇന്നലെ എന്നെ വിളിച്ചിട്ട്, ഞാനിത്തിരി മമ്മൂട്ടിയുടെ നമ്പർ ചോദിച്ചപ്പോൾ, മമ്മൂട്ടി ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആര് എന്ന് ചോദിച്ചപ്പോൾ, മമ്മൂട്ടിയുടെ അടുത്ത പടം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നില്ല, നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. എനിക്കപ്പോഴേ അറിയാമായിരുന്നു നിങ്ങൾ ഈ നമ്പറൊക്കെ ഉണ്ടെന്ന്. എൻ്റെ സത്യത്തിൽ നമ്പറുണ്ട്. ഞാൻ ജീവിതത്തിൽ 2 പ്രാവശ്യം മമ്മൂക്കയെ വിളിച്ചിട്ടുള്ളൂ. 2 പ്രാവശ്യം അദ്ദേഹം എടുത്തിട്ടുണ്ട്. ജോർജിൻ്റെ നമ്പർ എൻ്റെ ഉണ്ട്, ആൻഡ്രോ ജോസഫിൻ്റെ നമ്പർ ഉണ്ട്. പക്ഷെ എന്നെ അവർ വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാൻ അവരോട് വഞ്ചന കാണിക്കില്ല, ആർക്കും ഞാൻ നമ്പർ കൊടുക്കില്ല. അപ്പം ഞാൻ ഈ മാന്യ ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തുള്ള തിരക്കുള്ള ഏതെങ്കിലും ഒരു PROയോടോ ഏതെങ്കിലും തിരക്കുള്ള ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചാൽ മമ്മൂട്ടി ഇപ്പോൾ ഏത് സെറ്റിലുണ്ട്, അദ്ദേഹം അടുത്ത് അഭിനയിക്കുന്ന സെറ്റ് ഏതാണ്, ഇപ്പോൾ അഭിനയിക്കുന്ന ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ എവിടെ, എല്ലാം പറഞ്ഞു തരും. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്നൊക്കെ ചോദിച്ചെന്ന് ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു. ഞാനത് എൻ്റെ സംസാരം തെറ്റുന്നു എന്നപ്പോൾ ഞാൻ ഫോണും കട്ട് ചെയ്തു. ഇന്ന് അയാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു, മുട്ടം തെറി വിളിച്ചിട്ട്. ഞാൻ അപ്പം തന്നെ താഴെ എഴുതി, തന്നെ പോലെ തന്തയ്ക്ക് പറക്കാത്തവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ അവനെങ്ങ് ബ്ലോക്ക് ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിക്കുക. അപ്പം ഞാൻ അതിൻ്റെ താഴെ എഴുതി, ഞാൻ ഇന്ന് ചെയ്യുന്ന എപ്പിസോഡിൽ തൻ്റെ ഫോട്ടോയും തൻ്റെ ഫോൺ നമ്പരും വച്ച് താൻ എന്നെ വിളിച്ച ആ ഓഡിയോയും പുതിയ പ്രോഗ്രാമിൽ ഇടും. നിന്നെ ലെഫ്റ്റും റൈറ്റും തിരിയാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രോഗ്രാം കാണുന്ന എന്നെ സ്നേഹിക്കുന്നവർ നിന്നെ കൊല വിളിക്കും, അത് നീ കാണും എന്ന് ചോദിച്ചു. പക്ഷേ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരുമ്പോൾ എനിക്ക് തോന്നി, എന്തിനെന്നേ, അവൻ്റെ തന്തയും എൻ്റെ തന്തയും ഒരാളല്ലല്ലോ. അവൻ കാണിച്ച ചെറ്റത്തരം ഒരുപാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ കൊണ്ട് കൊടുത്തൂടെ, ഒന്നുമില്ലെങ്കിൽ അവനെ അങ്ങ് തൊടുവഴി മൂവാറ്റുവഴി വിളിച്ചിവിടെ വരുത്താമല്ലോ. എന്തിന്, ഞാനതുകൊണ്ട് അങ്ങ് വിട്ടു. ദയവായി നമ്മുടെ പ്രോഗ്രാം കാണുന്നവരോട് ഞാൻ വീണ്ടും പറയുന്നു, മമ്മൂട്ടി എവിടെയുണ്ട്, മോഹൻലാൽ എവിടെയുണ്ട്, മഞ്ജു വാര്യർ ഇപ്പോൾ ഏത് പടത്തിലാണ് അഭിനയിക്കുന്നത്, ടൊവിനോ തോമസിൻ്റെ ശമ്പളം എത്ര, ഇതൊന്നും ചോദിക്കാൻ എന്നെ വിളിക്കരുത്. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ചോദിച്ചും വിളിക്കരുത്. എനിക്ക് ഇപ്പോൾ യൂട്യൂബിലൂടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല. അത് യൂട്യൂബിൻ്റെ നിയമമാണ്, കർക്കശമായി. അവർ പറയുന്നത് നിങ്ങളൊരു ചാരിറ്റി ചാനൽ തുടങ്ങൂ, ആ ചാരിറ്റി ചാനലിലൂടെ നിങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചികിത്സാ ചെലവിനോ വീട് വയ്ക്കാനോ എന്തിനു വേണമെങ്കിലും അതിൽ പറയൂ, ഇതിൽ ഇനി പറയരുത്, ഇത് സിനിമാ ചാനലാണ് എന്ന് അവർ എനിക്ക് അഡ്വൈസ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഇനി അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ നമ്പരൊന്നും ഞാൻ മാറ്റുന്നില്ല, താഴെ പോകുന്നത്. അതിൽ ആരോഗ്യകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രം എന്നെ വിളിക്കൂ, വെറുതെ എൻ്റെ BP കൂട്ടുന്നതിന്. നമസ്കാരം. രസകരമായ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ചമ്മിയിട്ടുള്ളൂ, അല്ലെങ്കിൽ നാണം കെട്ടു പോയിട്ടുള്ളൂ. ഈ ചമ്മലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണല്ലോ സിന്ധു. ആദ്യം സിന്ധു എന്നെ ചമ്മിച്ചതിനെ കുറിച്ച് തന്നെ പറയാം. സിന്ധുവിന് 4-5 വയസ്സുള്ളപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെ വീട് വയ്ക്കാനായിട്ട്, വീടിൻ്റെ താഴെയല്ല, ശാന്തിയുള്ള ആശുപത്രിയുടെ താഴെ വീട് വയ്ക്കാനായിട്ട് അവർ താമസിച്ചിരുന്ന വീട് വിറ്റു. അനിയനും ജ്യേഷ്ഠനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ, സിന്ധുവിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ആ വീട് വിറ്റ് അവർ പാർട്ടീഷ്യനായി പിരിഞ്ഞു. 2 പേരും 2 വഴിക്ക് പോയി. അപ്പോൾ അങ്ങനെ
ശാന്തിയുള്ള ആശുപത്രിയുടെ താഴെ ഒരു വീട് വയ്ക്കാനായിട്ട് പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിൽ ഏതാണ്ട് 2 വർഷത്തോളം കാലം സിന്ധുവിൻ്റെ ഫാമിലി വാടകയ്ക്ക് താമസിച്ചിരുന്നു. അപ്പോൾ സിന്ധുവിന് 3-4 വയസ്സ്. അന്ന് മുതൽ ഞങ്ങൾക്ക് നല്ല ബന്ധമുള്ള ആത്മബന്ധമുള്ള ഫാമിലിയാണ് സിന്ധുവിൻ്റെ. എപ്പോഴും അമ്മ കളിയായി പറയുമായിരുന്നു. സിന്ധുവിനെ മടിയിലെടുത്ത് വെച്ചിട്ട് അമ്മ ചോദിക്കും, നിനക്ക് ദിനേശിനോടാണോ ശങ്കറിനോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് കേൾക്കുമ്പോൾ 3-4 വയസ്സുള്ള സിന്ധു പറയുമായിരുന്നു, എനിക്ക് ദിനേശ് അണ്ണനെയാണ് ഇഷ്ടം. ആ ഇഷ്ടം നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ കിടന്നിരിക്കാം. വർഷങ്ങൾ കഴിയുന്നു. അവർ ശാന്തിയുള്ള ആശുപത്രിയുടെ താഴെ വീട് വെച്ചു, അങ്ങോട്ട് താമസം മാറി. ഇതിനിടയിൽ ഞാനൊരു 3-4 വർഷം എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ കൂടെ ഇടഗ്രാമം എന്ന് പറയുന്ന കരിമം തിരുവല്ലം റോഡിലെ ഇടഗ്രാമം എന്നുള്ള സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്, അമ്മയുടെ അനിയത്തിയുടെ കൂടെ. ഇപ്പോൾ അതിൻ്റെ എതിർവശത്താണ് അമൃത ചാനലിൻ്റെ ഓഫീസല്ല, ഫ്ലോർ. അപ്പോൾ ഞാൻ അവിടെ അമ്മയുടെ അനുജത്തിയുടെ കൂടെ താമസിക്കുന്നിടത്തു നിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും. ശനി ഞായറും വീട്ടിൽ നിൽക്കും. തിങ്കളാഴ്ച കാലത്തെ തിരിച്ചു പോകും. അതൊരു 3-4 വർഷം. ഞാൻ അങ്ങനെ ഒരു തവണ വന്നിട്ട് ഞാൻ തിരിച്ചു പോകാനായിട്ട് നേമത്ത് പോവുകയാണ് ബസ് കയറാൻ. ശാന്തിവിളിയിൽ നിന്നാൽ ചിലപ്പോൾ ബസ് കിട്ടിയില്ലെങ്കിലോ താമസിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നേമത്തേക്ക് പോവുകയാണ്. നേമത്തേക്ക് പഞ്ചായത്ത് റോഡ് വഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ പെണ്ണായ സിന്ധുവും 3-4 കൂട്ടുകാരികളുമായിട്ട് വരിക. അപ്പോൾ എനിക്കൊണ്ട് സിന്ധു 7-ലോ 8-ലോ 9-ലോ ഒക്കെ ആയി കാണാം. എനിക്ക് സിന്ധുവിനെ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഒരു ഒത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയായി. നമ്മൾ ഈ ജനാധിപത്യം കൊണ്ട് നടക്കുന്ന ആളല്ലേ, വലിയ കാര്യത്തിൽ. ഞാൻ സിന്ധുവിനോട് ചോദിച്ചു, സിന്ധു ഇപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചോദിച്ചു. എന്നെ പൂരത്തിന് കണ്ട പരിചയം പോലും കാണിക്കാതെ ഇത് ഏത് പൊട്ടൻ എന്നുള്ള രീതിയിൽ സിന്ധു കൂട്ടുകാരുമായിട്ട് നടന്നു പോയി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചമ്മിയത് അന്നാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ നാട്ടിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു DYFI പ്രവർത്തകനായി ഏത് മുസ്ലിം വീട്ടിനകത്തും അടുക്കള വരെ കയറി ചെല്ലാനും അവരിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം തരണമെന്ന് പറഞ്ഞ് വാങ്ങി കുടിക്കാനും പ്രായഭേദമന്യേ അവരോടൊക്കെ സംസാരിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള ചുരുക്കം ചില ഹിന്ദുക്കളുടെ ഒരാളാണ് ഞാൻ. ഒരാളും എന്നെ അവിശ്വസിക്കില്ല. കാരണം എവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് ആരും പറയില്ല. എന്നെ റോഡിലിട്ട് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാതെ പോയ സിന്ധു എന്നെ നന്നായിട്ട് ചമ്മിച്ചു. ഞാൻ തിരുവല്ലത്തേക്ക് പോകുമ്പോൾ, കരുവത്തേക്ക് കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. ചോദിക്കേണ്ടായിരുന്നു. ചോദിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയാതെ പോയതെന്നൊക്കെ വിചാരിച്ച് വർഷങ്ങളോളം അത് മനസ്സിൽ തന്നെ ഇട്ടിരുന്നു. വീണ്ടും കുറേ വർഷങ്ങൾ കഴിയുന്നു. ഞാൻ DYFI പ്രവർത്തകനായി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സിനിമാക്കാരനായി മാറുന്നു. സിന്ധുവിനെ കല്യാണം കഴിക്കാനുള്ള ആലോചന വന്നു. ഇപ്പോൾ അതിൽ അമ്മ ഇല്ലാത്തത് കൊണ്ട് സിന്ധുവിൻ്റെ വീട്ടുകാർ പറയുന്നത് ഞാൻ പറയുന്നതല്ല ശരിയെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജീവിത ഒരു രാഗം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായി വയനാട്ടിലുള്ളപ്പോൾ, സുൽത്താൻ ബത്തേരിയിലുള്ളപ്പോൾ, അന്ന് മൊബൈലൊന്നുമില്ലല്ലോ, എല്ലാ ദിവസവും ഞാൻ അമ്മയ്ക്ക് കത്തയക്കും, അമ്മ തിരിച്ച് മറുപടി എനിക്ക് അയക്കും. അങ്ങനെ ഒരിക്കൽ വന്ന കത്തിൽ അമ്മ എഴുതിയിരുന്നു, സിന്ധുവിൻ്റെ അമ്മയുടെ പേര് ശാന്ത എന്നാണ്. ഞാനിന്ന് ശാന്തയെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരുമായി ശാന്തിവിള മാർക്കറ്റിലേക്ക് പോകും വഴി സിന്ധുവിന് ആലോചനകളൊന്നും വരുന്നില്ലേ, വിവാഹപ്രായമായല്ലോ എന്ന് ഞാൻ ചോദിച്ചു. പലരും ആലോചനകളുമായി വരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഭേദപ്പെട്ട സുന്ദരിയാണ് സിന്ധു. അപ്പോൾ ആലോചന സ്വാഭാവികമായിട്ടും വരാം. അയൽപക്കക്കാരിൽ പലരും, പട്ടാളക്കാരനും പോലീസുകാരനും ഒക്കെ ആലോചന വന്നു. ഞങ്ങൾക്ക് അവരോടൊന്നും അയക്കാൻ താല്പര്യമില്ല. അതൊരു കള്ളം പറഞ്ഞതാണ്. കാരണം അതല്ല പ്രശ്നം. ഞങ്ങൾക്കൊരു പയ്യനെ ഇഷ്ടമാണ്, അവർക്കല്ല ഇഷ്ടം, സിന്ധുവിനായിരുന്നു എന്നെ ഇഷ്ടം. പക്ഷേ ആ പയ്യൻ്റെ വീട്ടുകാർ ഞങ്ങളോട് ചോദിക്കുന്നില്ല. അപ്പോൾ അമ്മ ചോദിച്ചു, അതെന്താ ചോദിക്കാത്തത്? നല്ല സുന്ദരിയായ പെണ്ണ്, അച്ഛനും അമ്മയ്ക്കും ഒരു മോള്, അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, പിന്നെന്താ ചോദിക്കാത്തത്? എന്തോ ചോദിക്കുന്നില്ല. അപ്പം അമ്മ ചോദിച്ചു, അതാരാ? അത് അക്കൻ്റെ മകൻ ദിനേശിനോട് അയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവർക്ക് താല്പര്യമുള്ളതല്ല, അവർ കള്ളവ പറഞ്ഞത്. സിന്ധുവിന് താല്പര്യമുണ്ടായിരുന്നു, സിന്ധുവിൻ്റെ അനുജൻ താല്പര്യമുണ്ടായിരുന്നു. അതാണ് സത്യം.
ഇത് ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കും ഇഷ്ടമാണ് സിന്ധുവിനെ. ഞാൻ തിരിച്ച് അമ്മയ്ക്ക് മറുപടി അയച്ചു. നമുക്ക് രണ്ട് വീട്ടുകാർക്കും അറിയാവുന്നവരല്ലേ, അമ്മയ്ക്ക് അറിയാമല്ലോ, നമുക്ക് സഹോദരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്ക് ശീതളം കൊടുക്കേണ്ടി വന്നില്ല. ഞാനൊരു DYFI പ്രവർത്തകനാണ്. 1 രൂപയോ 1 തരി സ്വർണമോ അമ്മ ചോദിക്കരുത്, ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകാം എന്ന് ഞാൻ മറുപടി അയച്ചു. അപ്പോൾ മറുപടി അയച്ചപ്പോൾ അവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോകുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഈ ജാതകത്തിലും കുന്തത്തിലും ഒന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് എൻ്റെ മകൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ജാതകവും കുന്തവും നോക്കിയിട്ടില്ല. അവരെവിടെ പോയി ജാതകം നോക്കിയപ്പോൾ അനുജന്മ നക്ഷത്രമോ അങ്ങനെ എന്തോ ആണ്, സഹോദര സഹോദരി ബന്ധേ പാടുള്ളൂ. അപ്പോൾ കുരുക്കായി. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾക്കൊരു മോളല്ലേ ഉള്ളേ, അതിൻ്റെയൊക്കെ തീരുമാനം നിങ്ങളെടുത്തു, അവൻ എന്തായാലും ഇതൊന്നും നോക്കില്ല. അവസാനം സിന്ധു പറയുന്നത് സിന്ധു വീട്ടിൽ കയറി പട്ടിണി കിടന്നു എന്നാണ്. അപ്പോൾ സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് വറുത്തരച്ച ഉള്ളിത്തീയൽ, അതുപോലെ അവിയലും. ഇത് രണ്ടുമാണ് സിന്ധുവിൻ്റെ പ്രിയപ്പെട്ട കറി. സിന്ധു ആഹാരം കഴിക്കാതെ പിണങ്ങി കിടന്നപ്പോൾ അവളുടെ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വറുത്തരച്ച ഉള്ളിത്തീയലും അവിയലും വെച്ചു. അപ്പോൾ ഉള്ളിത്തീയൽ കടുവറുക്കൊക്കെ ചെയ്യുമ്പോൾ സിന്ധുവിന് കൊതി വന്നിട്ട് വയ്യ, പക്ഷേ പട്ടിണി കിടക്കയില്ലേ, തീരുമാനം ഉറപ്പിച്ച് കിടക്കുകയാണ്. അങ്ങനെ എന്നോട് പിണങ്ങുമ്പോൾ ഒക്കെ സിന്ധു പറയും, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉള്ളിത്തീയലും അവിയലും പോലും വേണ്ട എന്ന് വെച്ചവനാണ് അണ്ണന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചിലപ്പോൾ സിന്ധു കയറി റൈസാവും. അങ്ങനെ കല്യാണം നടന്നു. കല്യാണം രാവിലെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് സിന്ധുവിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സിന്ധു എൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കൊച്ചു കൊച്ചു പിള്ളേരുടെ, ഇവളെപ്പോഴും LKG പിള്ളേരുമായിട്ടാണ് കമ്പനി, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും വരുന്നു പോകുന്നു, ബന്ധുക്കളും എല്ലാം വീട് നിറച്ചുണ്ട്. ഇതിനിടയിൽ പല ആവശ്യങ്ങൾക്ക് ഞാൻ ഈ എൻ്റെ ബെഡ്റൂം വഴി അപ്പുറത്തെ റൂമിലേക്കും പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്ന് മാത്രം ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ സമയം പോയി രാത്രിയായി. അന്ന് പതിവിൽ നേരത്തെ എൻ്റെ അനുജൻ, അവനാണല്ലോ ആദ്യം കല്യാണം കഴിച്ചു, ഒരു പെൺകുട്ടി വിളിച്ചോണ്ടെന്നാണല്ലോ, അവനും അവളും കൂടെ കഥ അടച്ചു. ഞാൻ പുറത്തിരുന്ന് എന്തോ വായിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഞാനും ഇരുന്നു. എല്ലാം കഴിഞ്ഞ് സിന്ധു അടുക്കളയിൽ അമ്മയുടെ കൂടെ, എൻ്റെ അമ്മയുടെ അനുജത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. അമ്മയെ അമ്മാവിയെന്നോ അമ്മ എന്നോ ഒന്നുമല്ല സിന്ധു വിളിക്കുന്നത്, അമ്മച്ചി എന്നാണ്. ഒരു 10 മണിയായപ്പോൾ എൻ്റെ അമ്മയുടെ അനുജത്തി പറഞ്ഞു, ഇനി നീ പോയി കിടന്നുറങ്ങുന്നു. ഇല്ല, ഞാൻ കുഞ്ഞമ്മേരെ കൂടെ കിടന്നോളാം എന്ന് പറഞ്ഞു. ചുമ്മാ പറയുന്നതാണേ. അവസാനം ഒരു സഹോദരി ഇല്ലാത്തതുകൊണ്ട് സഹോദരി ചെയ്യേണ്ട പണി എൻ്റെ അമ്മയുടെ അനുജത്തിയാണ് ചെയ്തത്. അവർ കൊണ്ടുവന്ന് എൻ്റെ റൂമിലേക്ക് വിട്ട് കഥ കടച്ചിട്ടങ്ങ് പോയി. ഞാൻ പറഞ്ഞു, ഇരിക്കൂ. ശ്രീനിവാസൻ പറയുമ്പോൾ മസിൽ പിടിച്ച് പറഞ്ഞു. ദിഗന്ധം പൊട്ടുമാറ് സിന്ധു ഒരൊറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. ഞാൻ ആകെ വരണ്ടു പോയി. കാരണം അമ്മയും കുഞ്ഞമ്മയൊക്കെ ധരിക്കില്ലേ, ഇവ ഇങ്ങനെ ഉള്ള ഒരു ബോർഡാണോ. ഞാൻ എന്ത് ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, വിവാഹത്തിന് താലി കെട്ടി കൊണ്ടുവന്ന ശേഷം വൈകുന്നേരം വരെ ഒരു 50 പ്രാവശ്യം എൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയില്ല അണ്ണൻ. അതിൻ്റെ സങ്കടം കൊണ്ടാണ് കരഞ്ഞത്. ഞാൻ പറഞ്ഞ്, ഇപ്പം സങ്കടം ഉണ്ടല്ലേ, നടു റോഡിലിട്ടെ എന്നെ ആക്ഷേപിച്ചത് ഓർമ്മയുണ്ടോ എന്ന് വെച്ചു. അപ്പോഴാണ് സിന്ധുവിന് മനസ്സിലാവുന്നത് അന്നത്തെ പ്രതികാരം തീർത്തതാണ്. അങ്ങനെ ആദ്യ രാത്രിയെ കുളമാക്കി ഞാൻ. അപ്പോൾ നേമൻ റോഡിലിട്ട് എന്നെ സിന്ധു ചമ്മിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ചമ്മൽ, എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ചമ്മൽ. പിന്നെ സിനിമാക്കാരനാകാൻ വേണ്ടി പലരെയും കാണുന്ന സന്ദർഭങ്ങൾക്കിടയിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, വേണു നാഗവള്ളി, എൻ്റെ പ്രിയപ്പെട്ട വേണുചേട്ടൻ സുഗമോദേവി എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു എന്നറിഞ്ഞ് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അദ്ദേഹത്തെ കാണാൻ പോയി. തെക്കാടുള്ള വീട്ടിൽ, അന്ന് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ചെന്ന് നല്ല മുല്ലവള്ളിയൊക്കെ പറന്ന് കിടക്കുന്ന മനോഹരമായ വീട്. ചെന്ന് ഗേറ്റ് തട്ടി. അപ്പോൾ ഒരു നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു അമ്മ ഇറങ്ങി വന്നു, വേണിച്ചേട്ടൻ്റെ അമ്മ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ മുഖമുണ്ട്. അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പോയി കണ്ടപ്പോഴും ഞാൻ ഇതൊക്കെയാണ് ഓർത്തത്. എന്താ എന്ന് ചോദിച്ചു. അല്ല, വേണിച്ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. അവൻ ഉറങ്ങുകയാണേ. ഉറക്കത്തിൽ വിളിച്ചുണർത്തിയാൽ മുൻഷുണ്ടിക്കാരനാണ്. പോയിട്ടൊരു 1 മണിക്കൂർ കഴിഞ്ഞ് വരുമോ. പിന്നെന്ത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ആദ്യമായിട്ട് കലാഭവൻ തിയേറ്ററൊക്കെ കാണുന്ന അപ്പോഴാണ്. ഞങ്ങൾ നടന്ന് വിമൻസ് കോളേജിൻ്റെ അതിലേ കൂടി കലാഭവൻ തിയേറ്ററിൻ്റെ അതിലേ കൂടി തരങ്ങണിയുടെ മുന്നിൽ ചെന്ന് കുറേ നേരം നിന്ന് അങ്ങനെ കറങ്ങി അടിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു 4:30 മണിക്ക് ഗേറ്റിൽ വന്ന് തട്ടാനെത്തിങ്ങനെ കൈയെടുത്തതും നമ്മളെ ഉൾക്കടലിലെ രാഹുൽ ഒരു കപ്പ് സോസർ വെച്ച് ചായ കുടിച്ചോണ്ട് ആ മുറ്റത്ത് ഉലാത്തുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി വേടിച്ചേട്ടനെ കണ്ടപ്പോൾ. ഞാനിങ്ങനെ ഗേറ്റിൽ ഒന്ന് മുട്ടി, വളരെ ഷാർപ്പായിട്ട്. എന്താ ചോദിച്ചു. ഞാനൊന്ന് കാണാൻ വന്നതാണ്. എന്താ. അല്ല, ഒരു പടം തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അതെ,
അതിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ പറ്റുമോ അറിയാനാണ്. ഇതിലെല്ലാം ആളായിപ്പോയി. എന്നിട്ട് പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് നടന്ന് നേരെ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചമ്മിയ ഒരു മുഹൂർത്തമായിരുന്നു. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞു, അത് വേണിച്ചേട്ടൻ്റെ എപ്പിസോഡിൽ. ഞാൻ ആ ചമ്മലോടെ അവിടെ മുതൽ തമ്പാനൂർ വരെ ഞങ്ങൾ നടന്നു. പൈസ ഇല്ലല്ലോ കയ്യിൽ. അവിടെ തമ്പാനൂർ വന്നു, ബസ് കയറി വീട്ടിൽ വന്നു. രാത്രി ഈ വിഷമങ്ങളെല്ലാം തീർക്കാനായിട്ടൊരു കത്തെഴുതി. ആ കത്തിൻ്റെ അവസാനം എഴുതിയ വരിയാണ് വേണിച്ചേട്ടനെ ശരിക്കും നോവിച്ചത്. താങ്കൾ മലയാള സിനിമയിൽ ഒരു പെരുന്തച്ഛനാകുമായിരിക്കും. ഞാൻ ഒരു ചെല്ലപ്പനാശാരിയെങ്കിലും, തകരയിലെ നെടുമുടി വേണുവിൻ്റെ വേഷമുള്ള ചെല്ലപ്പനാശാരി, ഒരു ചെല്ലപ്പനാശാരിയെങ്കിലും ഞാനും കാണും, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഒരു സാധാരണ പോസ്റ്റിൽ അയച്ചാൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് രജിസ്റ്റേഡ് ചെയ്ത് അയച്ചു. അന്ന് 5 രൂപ എന്തോ രജിസ്റ്റേഡിന് വേണം. അതുപോലും എൻ്റെ ഇല്ല. ആരെന്നോ വാങ്ങി രജിസ്റ്റർ ചെയ്ത് അയച്ചു കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വലയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്ത് വലിയ പ്രശസ്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ എന്തോ ഒരു പരിപാടി നടക്കുമ്പോൾ വേണിച്ചേട്ടൻ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ ഒരാളെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് തള്ളിക്കളഞ്ഞു. 3-4 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോൾ 4ാമത്തെ പ്രാവശ്യം വേണിച്ചേട്ടൻ എൻ്റെ കൈ കയറി പിടിച്ചു. എന്നിട്ട് വേണിച്ചേട്ടൻ അവിടുത്തെ എണീറ്റ് പാവം എന്നോട് പറഞ്ഞു, ദിനേശേ, എന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചവനാണ് നീ. നമ്മളെ കാണാൻ ഒരാൾ ആരോ ആവട്ടെ നമ്മളെ വീട്ടിൽ നമ്മളെ അന്വേഷിച്ച് വന്നാൽ അയാളെ വീട്ടിനകത്തേക്ക് ക്ഷണിച്ച് കസേരയിൽ ഇരുത്തിയിട്ട് എന്താ വന്നത് എന്ന് ചോദിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട, പറഞ്ഞു വിടാം. അങ്ങനെ ചെയ്യണം, ആതിഥ്യ മര്യാദ അറിയണം എന്ന് പഠിപ്പിച്ചത് നീയാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ അന്നത്തെ വിവരക്കേടിൽ അല്ല, നീ പറഞ്ഞതാണ് കറക്റ്റ്. അതിനുശേഷം ഞാൻ ഒരാളെയും ഗേറ്റിൻ്റെ വെളിയിൽ നിർത്തി സംസാരിപ്പിച്ചിട്ടില്ലായിരുന്നു. അവിടെ മുതൽ വേണിച്ചേട്ടൻ മരിക്കുന്നത് വരെ എൻ്റെ ജ്യേഷ്ഠൻ തന്നെയായിരുന്നു. അവസാനമായിട്ട് അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ മാക്റ്റ നൽകുന്ന ചികിത്സാ സഹായത്തിന് കൊടുക്കുന്ന ചെക്കുമായിട്ട് പോയത് ഞാനായിരുന്നു. ഞാൻ ചെന്നു. വേണിച്ചേട്ടൻ്റെ ഭാര്യ എന്നെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചെല്ലുമ്പോൾ വേണിച്ചേട്ടനെ പഞ്ഞി വെച്ച് മൂക്കിൽ നിന്ന് വരുന്ന ബ്ലഡ് തുടച്ചെടുക്കുകയാണ്. അപ്പോഴും നിസ്സംഗനായ ഒരു ചിരി ചിരിച്ചിട്ട് എൻ്റെ പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ചെക്ക് കയ്യിൽ വാങ്ങിച്ചു. എന്നിട്ട് ഭാര്യയുടെ കൈ കൊടുത്തു. എന്നിട്ട് എൻ്റെ പറഞ്ഞു, നീ നന്നായി വരുവടാ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പിറ്റേ ദിവസമാണ് വേണിച്ചേട്ടൻ മരിക്കുന്നത്. വേണിച്ചേട്ടൻ്റെ വീട്ടിലെ ചാൻസ് ചോദിച്ചു തന്നതും ആ ചമ്മലും ഞാൻ മറക്കില്ല. കിരീടം വലിയ ഹിറ്റായി. കിരീടത്തിൻ്റെ സെറ്റിലൊക്കെ ഞാൻ പത്രക്കാരനായി പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയോ എപ്പിസോഡുകളിൽ. തിലകൻ ചേട്ടൻ്റെ കൂടെ കാറിൽ പോയതൊക്കെ. ചെങ്കോലെടുക്കുകയാണ് കിരീടത്തിൻ്റെ 2ാം ഭാഗം. അന്ന് എനിക്ക് കിരീട ഉണ്ണിയായിട്ടും ദിനേശ് പണിക്കരുമായിട്ടും നല്ല ബന്ധമുണ്ട്. ഞാനതിൽ കിരീട ഉണ്ണിയോടാണോ പറഞ്ഞത് ദിനേശ് പണിക്കരോടാണോ എന്നുള്ള ഒരു സംശയമുണ്ട് എനിക്ക്. അപ്പോൾ പറഞ്ഞു, ദിനേശ് അമൃത ഹോട്ടലിൽ സിബി ഉണ്ട്, ദിനേശ് ഒന്ന് പോയി കാണും. അപ്പം ഞാൻ എഴുതാപ്പുറങ്ങൾ അടക്കമുള്ള സെറ്റുകളിൽ ചെന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് സിബി മലയിലിനെ. ഞാൻ അമൃതയിൽ ചെന്ന് റിസപ്ഷനിൽ കാര്യം പറഞ്ഞു. അവർ മേളി വിളിച്ച് കേട്ടപ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ ആദ്യം ചമ്മുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണല്ലോ ക്യാമറമാൻ എസ് കുമാർ. ക്യാമറമാൻ ആയ ശേഷം പിന്നെ നമ്മളെയൊന്നും കണ്ടാൽ പഴയ സൗഹൃദം കാണിക്കില്ലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് LDFന് വേണ്ടി അല്ലെങ്കിൽ CPMന് വേണ്ടി പോസ്റ്റർ എഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും ഇലക്ഷൻ്റെ തലേദിവസം റോഡ് മുഴുവൻ അലങ്കരിക്കാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വലിയ പ്രശസ്തനായപ്പോൾ ഒരു ഗ്യാപ്പ് എന്നോട് ഇട്ടിരുന്നു. ഇപ്പം ഇല്ല. അദ്ദേഹവും സിബി മലയിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വളരെ ഷാർപ്പായിട്ട് എൻ്റെ ചോദിച്ചു, എന്താ ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പരിചയമേ പുള്ളി കാണിക്കുന്നില്ല. എന്നെ പരിചയമുള്ള ആളാണ്. എഴുതാപ്പുറങ്ങളടക്കം രഞ്ജി പണിക്കരും സുനിൽ ഗുരുവായൂരും ഞാനും ശിവകുമാറും കൂടെയാണ് എഴുതാപ്പുറങ്ങളുടെ സെറ്റിൽ കവർ ചെയ്യാൻ പോയത്. ഞാനും ശിവകുമാറും കൂടിയാണ് കിരീടത്തിൻ്റെ സെറ്റിൽ ക്ലൈമാക്സ് എടുക്കുമ്പം കവർ ചെയ്യാൻ പോയത്. പക്ഷെ അദ്ദേഹം ആ പരിചയം കാണിച്ചില്ല. എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദിനേശ് പണിക്കർ പറഞ്ഞിട്ട് പണിക്കരേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ്. പറയും. ഇരിക്കാൻ പോലും പറഞ്ഞില്ല. ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുമാർ എൻ്റെ നാട്ടുകാരനായ എസ് കുമാർ ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ചമ്മൽ, അല്ലെങ്കിൽ ചമ്മേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ നാട്ടുകാരൻ ഇരിക്കുമ്പോൾ ഇത് പറയാനൊരു മടി. ഞാൻ പറഞ്ഞു, പണിക്കരേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ ചെയ്യുന്ന പടത്തിൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ PR ആയിട്ടോ താങ്കൾക്ക് സമ്മതമാണെങ്കിൽ, സാറിന് സമ്മതമാണെങ്കിൽ പണിക്കരേട്ടൻ ഓക്കെ. ഇതിലെല്ലാം ആളായിപ്പോയി കേട്ടോ. PRയും അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിപ്പോയി. എന്നെ ഇറക്കി വിട്ടു. മാക്റ്റയിൽ ചെയർമാനാവാനായിട്ട് സിബി മലയിലിന് വേണ്ടി ഞാൻ വേർത്ത വേർപ്പ്, ഞാൻ ഒഴുക്കിയ പണം പോട്ടെ. ഫെഫ്കയിൽ ഒരു 10-15 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ച് ഡയറക്ടർ ബോർഡിലോട്ടായിരുന്നു. പക്ഷേ ഞാൻ സിബി സാറിനോട് പറഞ്ഞിട്ടില്ലേ ഇത്. ഞാൻ ശരിക്കും ചമ്മിപ്പോയി. അമൃതയിൽ നിന്ന് തിരിച്ച് ലിഫ്റ്റിൽ ഇറങ്ങിയില്ല. പടിയിൽ നടന്നു ഓരോ പടിയായിട്ട് ഇറങ്ങി
എവിടെയെങ്കിലും സിനിമയിൽ എത്തപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചമ്മലുകളിൽ നിന്നായിരുന്നു. അങ്ങനെ പോയി. അതുപോലെ ഞാൻ ജീവിതത്തെ പറ്റി വേറൊരു ചമ്മൽ, പുറപ്പാട് വർക്ക് ചെയ്യുകയാണ്. ബിപിൻ ദാസാണ് ക്യാമറമാൻ. ഒരുപാട് തല്ലുകൊള്ളിത്തരം കയ്യിലുള്ള ആളാണ് ബിപിൻ ദാസ്. പക്ഷേ മനോഹരമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ സിനിമ ചിത്രീകരിക്കുന്ന വിദഗ്ധനായ ക്യാമറമാനുമാണ്. ജെ.സി. സാറിൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അപ്പോൾ 10-600 ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. കളക്ടർ സംസാരിക്കുന്നത്, മന്ത്രി സംസാരിക്കുന്നത്, രാത്രി ടെൻറ്റിൽ വന്ന് കൂടുന്നത്, അവിടെയൊക്കെ ഈ 600 പേരെയും ഇരുത്തണം, നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരിടത്ത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഇരിക്കേണ്ടിടത്തെല്ലാം ഇരുത്തി, ഓരോടത്തും പാർവതിക്ക് ഇരിക്കാനുള്ള സ്ഥലം, സിത്താരയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം, കവിയൂർ പൊന്നമ്മദ് അവിടെ ഇരിക്കട്ടെ എന്ന് സാറ് പറയും. അപ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്ത് അപ്പം ക്രെയിനിൽ മോളിൽ ചെന്നിരുന്നിട്ട് വിഫൈൻ്റെ കൂടെ നോക്കിയിട്ട് ബിപിൻ ദാസ് പറയും, അവിടെ ബ്ലാങ്ക് കിടക്കുന്നു, ഇവിടെ ബ്ലാങ്ക് കിടക്കുന്നു, ഇവിടുന്ന് 2 പേര് അവിടെ ഇരുത്ത്, അവിടുന്ന് 2 പേര് അവിടെ ഇരുത്തെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്ത്രീ വിഷയത്തിൽ അല്പം കുഴപ്പക്കാരനാണ് ഇദ്ദേഹം. അവരുടെ മുമ്പ് ആളാവാൻ ശ്രമിക്കും. അപ്പോൾ അക്കാലത്ത് പുറപ്പാട് ചെയ്യുന്ന സമയത്ത് പോലും ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട്, ഹാഫ് ട്രൗസർ, നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഇട്ടിരുന്ന നിക്കറും ഇട്ടുകൊണ്ടാണ് ഇദ്ദേഹം സെറ്റിലൊക്കെ വരുന്നത്, ഈ പെമ്പിള്ളരെ കാണിക്കാൻ. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് നടന്നു വരുമ്പോൾ ഈ ക്രെയിനിൽ ഇദ്ദേഹം ഫ്രെയിം നോക്കി മുകളിലോട്ട് പോകും, താഴോട്ട് വരും, ട്രോളിയിൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രാവശ്യം ക്രെയിനിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഇടാ കഴുതേ എന്ന് തന്നെ വിളിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കഴുതേന്ന് ഇത്രയും പെമ്പിളരെ മുമ്പോ ചാളാവാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെ നോക്കി, എടാ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കഴുതേ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത്. ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. എനിക്കങ്ങ് സങ്കടം വന്നു, കണ്ണു നിറഞ്ഞു. ഞാനൊന്നും പറയാതെ അതിലേക്ക് കൂടെ നടന്ന് ഒരു തേക്ക് മരത്തിൻ്റെ ചോട്ടിപ്പോയി ചാരി നിന്നു, തളർന്നു നിന്നു. അസോസിയേറ്റ് ഡയറക്ടർ നേരെ ജെ.സി. സാറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, സാറേ ഈ ക്യാമറമാൻ തെമ്മടുത്തരമാണ് കാണിക്കുന്നത്. ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് ദിനേശിനെ കഴുതയെന്ന് വിളിച്ചു. സാറ് സ്റ്റാർട്ടും പറഞ്ഞിട്ടില്ല, ദിനേശ് ക്ലാപ്പും കാണിച്ചിട്ടില്ല, ഫിലിം ഓടുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, അയാൾ ഷോട്ട് എടുക്കുകയായിരുന്നു. ജെ.സി. സാറിന് പെട്ടെന്ന് വിഷമം വന്നു. സാർ ചാടി എണീറ്റു. ദാസേ താഴെ വാ. ക്രെയിൻ താഴെ വന്നു. തന്നോട് ഷോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞു. അല്ലണ്ണ നല്ല ലൈറ്റ് ആയിരുന്നു, അപ്പം ഞാൻ ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ശരിയല്ല കേട്ടോ, ഇതാ ഇവിടെ വെച്ച് നിർത്തിക്കോ. പിന്നെ എൻ്റെ അസിസ്റ്റന്റിനെ കഴുതെന്ന് വിളിക്കാൻ നീ ആരാ? ഒരു വള്ളം കൊടുത്തിട്ട് പറഞ്ഞു, നീ പരസ്യമായി മാപ്പ് പറയാതെ, ദിനേശിനോട് ഇത്രയും ആളുകളുടെ മുമ്പ് വെച്ച് മാപ്പ് പറയാതെ ഷോട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ദാസ് വിട്ടോ എന്ന് പറഞ്ഞു. ക്യാമറയിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് വിഷമം. ഞാൻ വന്ന് നേരെ സാറിൻ്റെ അടുത്ത് വന്നു. അതൊക്കെയാണ് ഞാൻ എൻ്റെ അച്ഛനെ പോലെ സാറിനെ സ്നേഹിക്കുന്നത്. ഞാൻ വന്ന് പറഞ്ഞു, സാർ വേണ്ട സാർ, അത് പോട്ടെ. അല്ല ദിനേശിനെ കഴുതെന്ന് വിളിച്ചത് എന്നെ വിളിക്കുന്നതിന് തുല്യമാണ്. അവസാനം അത് തേഞ്ഞു മാഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ദാസേട്ടനെ അങ്ങനെ പറയണ്ടെന്ന്. പക്ഷേ പിന്നെ പടം തീരുന്നത് വരെ ബിപിൻ ദാസും ഞാൻ നല്ല ബന്ധമായിരുന്നു. പക്ഷേ ആൾക്കാരുടെ മുന്നിലിട്ട് എന്നെ കഴുതെന്ന് വിളിച്ചത് ഞാൻ ജീവിതത്തിൽ ചമ്മിയ ഒരനുഭവമായിരുന്നു. KSFDCയുടെ എന്താ പറയുക, MD ആയിട്ട് ഒരു പുതിയ ആൾ വന്നു, ചാർജ് എടുത്തു. നജീബ് എന്നാണ് പേര്, AM നജീബ്. അദ്ദേഹം കോർപ്പറേഷനിലേക്ക് ഇരുന്ന ആളാണ്. ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം KSFDCയിൽ ചുമതലയെടുത്താണ് ആദ്യം ചെയ്തത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഡബിങ് തിയേറ്ററിലേക്ക്, എഡിറ്റിംഗ് റൂമിലേക്കൊക്കെ പോകേണ്ട അവിടെ ഒരു ചെക്ക് പോസ്റ്റ് വെച്ചു. ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് ഇദ്ദേഹം ഒരു തീരുമാനം അറിയിച്ചു. കാറിൽ വരുന്നവരെ മാത്രം ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഈ എന്താ പറയുക, അത് ഉയർത്തി കൊടുത്തിട്ട് അകത്തേക്ക് വിട്ടാൽ മതി, അല്ലാതെ ആട്ടോയിലോ സ്കൂട്ടറിലോ ഒന്നും വരുന്നതിന് അകത്തേക്ക് വിടണ്ട. ഒരു പെരുമഴയത്ത് നമ്മുടെ സംവിധായകൻ GS വിജയൻ ഒരു ആട്ടോറിക്ഷയിൽ ചിത്രാഞ്ജലി കുന്നു കയറി ചെന്നു, തിരുവല്ലം കുന്നു കയറി ചെന്നു. ചെക്ക് പോസ്റ്റിൽ നിർത്തി ഹോൺ അടിച്ചു. നേപ്പാളിയായ ഗൂർഖ ഓടിക്കൊണ്ടെന്ന് പറഞ്ഞു, സാർ ആട്ടോ അങ്ങ് വിടില്ല, ഇവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവനറിയാവുന്ന മലയാളത്തിലൊക്കെ പറഞ്ഞു. അതെന്താണെന്ന് വെച്ചു, പുതിയ MDയുടെ തീരുമാനമാണ്, കാറിൽ വരുന്നവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി. GS വിജയനല്ലേ ആള്, അയാൾ പെരുമഴയത്ത് ഇറങ്ങി, മഴ നനഞ്ഞുകൊണ്ട് അവിടെ അട്ടഹാസം നടത്തി. ശരിക്കും പറഞ്ഞാൽ ചിത്രാഞ്ജലി എടുത്ത് ഉടുത്തു. എന്നിട്ട് തിരിച്ചു വന്ന് വഴുതിക്കാടുള്ള ഓഫീസിൽ ചെന്ന് നജീബിന് വയറ് നിറച്ചു കൊടുത്തു. അപ്പം നജീബ് ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം GS വിജയൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നീ നാളെ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ആട്ടോറിക്ഷയിൽ വന്നാൽ
ഈ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങണോ? മറ്റവനെ മറിച്ചാണ്, നീ ഏത് സ്റ്റുഡിയോ കണ്ടിട്ടുണ്ട് മദ്രാസിലെന്നൊക്കെ പറഞ്ഞ് GS വിജയൻ ചേട്ടൻ എടുത്ത് കൊടുത്തു. ഈ വിവരം ഞാൻ അറിഞ്ഞു. ഞാൻ ഈ എന്താ പറയുക, പുറപ്പാടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീകുട്ടൻ സംവിധാനം ചെയ്യുന്ന ഓ ഫാബി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, മണക്കാട് ടൂറിസ്റ്റ് ഹോമിൽ. ഞാനങ്ങനെ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ നിറച്ച് മീശയൊന്നും പൊടിക്കാത്ത, അവിടെ ഹോച്ചിമീൻ താടി പോലെ മീശ പോലെയൊക്കെ ഉള്ളൊരു വെളുത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, മെലിഞ്ഞൊരു പയ്യൻ അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കുന്നു. ഞാൻ ഈ അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നതിനിടയിൽ എവിടെയോ വെച്ച് ചിത്രാഞ്ജലിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ MD തെമ്മാടിത്തനത്തെക്കുറിച്ച് സംസാരിച്ച് ഞാൻ സംസാരിക്കും തോറും ഈ അസോസിയേറ്റ് ഡയറക്ടർ എന്നെ കൂട്ടിക്കൂട്ടുകൂടും. അതെന്താ, ഓട്ടോറിക്ഷയിൽ പോണവനെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ ചെക്ക് പോസ്റ്റിൽ തടയണമെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ വകയായിരിക്കണം ചിത്രാഞ്ജലി എന്നൊക്കെ പറഞ്ഞു എന്നെ പ്രകോപിപ്പിക്കുകയാണ് പുള്ളി. എനിക്കത് മനസ്സിലാവുന്നില്ല, മണ്ടൻ. ഞാനിങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് ശരിയല്ല. മദ്രാസിലെ ഒരു സ്റ്റുഡിയോയിലും, നിങ്ങൾ മദ്രാസിലെ സ്റ്റുഡിയോയൊക്കെ പോണ ആളല്ലേ, നിങ്ങൾ എവിടെയെങ്കിലും ഓട്ടോറിക്ഷയിൽ ചെന്നാൽ തടയൂ? അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നു. ശരിയാണ്, നജീബ് എടുത്ത നിലപാടാണ് ശരിയെന്ന് അസോസിയേറ്റ് ഡയറക്ടർ. എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹം എന്നെ കൂട്ടി ഇങ്ങനെ എരിവ് കയറ്റുകയാണ്. ഞാനൊരു 8-10 പ്രാവശ്യം ഈ നജീബ് എന്ന് പറഞ്ഞ ആളിൻ്റെ തന്തയ്ക്ക് പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് ആ വിഷയം വിട്ട് വേറെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞാൻ പോകാനായിട്ട് എണ്ണീറ്റപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ദിനേശേ, ഈ ഇരുന്ന് കോപ്പി എടുക്കുന്ന ആളിനെ അറിയോ? ഞാൻ പറഞ്ഞില്ല. AM നജീബിൻ്റെ അനുജൻ AM നസീറാണ് ഈ ഇരിക്കുന്നത്. ഇന്ന് സീരിയൽ രംഗത്ത് ഒരുപാട് സീരിയലുകൾ സംവിധാനം ചെയ്ത AM നസീർ. അതുവരെ ഈ നസീർ ചെയ്ത വേല അവൻ ഇവിടുത്തുകാരനെ അല്ല, അല്ലെങ്കിൽ ഒരു പൊട്ടനെ പോലെ ഇരുന്ന് കോപ്പി എടുക്കുകയാണ്. നജീബിൻ്റെ അനുജനാണ് ഈ ഇരിക്കുന്ന AM നസീർ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ചമ്മി. ഞാൻ പറഞ്ഞു, അനിയ, നജീബിൻ്റെ അനുജനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ, അറിയുമായിരുന്നെങ്കിൽ ഓട്ടോറിക്ഷ തടഞ്ഞത് ശരിയാണ് എന്ന് നീ പറയുമോ? ഞാൻ പറഞ്ഞു, അത് പറയില്ല, എന്നാലും ഞാൻ ഈ അച്ഛനെ വിളിക്കില്ലായിരുന്നു. അല്ല, അയാൾ ചെയ്തത് തെറ്റാണ് ദിനേശ്. അയാൾ സ്റ്റുഡിയോകൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അയാൾ ഓട്ടോറിക്ഷ തടഞ്ഞതെന്നായി അസോസിയേറ്റ്. എന്നെ കൂട്ടി വിട്ടതെന്ന് വെച്ചാൽ തെറി വിളിക്കട്ടെ, ഇവൻ കേൾക്കട്ടെ, നസീർ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ വിളിച്ച്. പിന്നെ AM നസീർ എൻ്റെ നല്ല അടുപ്പക്കാരനായിരുന്നു. പക്ഷെ ഒരുപാട് കാലം എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ചമ്മലായിരുന്നു. ഇപ്പോൾ ഈ നജീബ് സാർ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചമ്മിയ ഒരു കഥയാണ്. ഈ ചമ്മൽ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്നത്. എവിടെ വെച്ച് ഏത് സെറ്റിലെന്നൊന്നും എനിക്കറിയണ്ട. ഞാനും ഷാജി കൈലാസും നല്ല സുഹൃത്തുക്കളായി. ഷാജിയും അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഷാജി അസോസിയേറ്റ് ഡയറക്ടറായി, ഞാനും അസോസിയേറ്റ് ഡയറക്ടറായി. പെരിങ്ങൽകുത്തിൽ ഇല്ലിക്കാടും ജല്ലക്കാറ്റും എന്ന് പറഞ്ഞ ഹരികുമാർ സാറിൻ്റെ പടം ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ചാലക്കുടിയിൽ ഈ മലയാളത്തിൽ ഊമൊക്കെ തയ്ക്കുന്ന ഒരു അലവലാതിയെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നല്ലോ, ആ അലവലാതിയുടെ ഒരു പടം നടക്കായിരുന്നു. പാതി വഴി കടന്നുപോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല സിംഗല്ലേ കാണുമായിരുന്നു, ഞാനും ഷാജി കൈലാസ്. സംസാരിക്കുമ്പോൾ ഒക്കെ പുള്ളി ചടുലമായി സംസാരിക്കുന്ന ആളാണ്. അന്നും അങ്ങനെ തന്നെ എന്നോട് പറയും, ചന്തുളെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഡയറക്ടറായാൽ ആദ്യമായിട്ട് ഡയറക്ടർ ചെയ്യുന്ന പടത്തിൽ എന്നെ അസോസിയേറ്റ് ആക്കണം. ഞാനാണ് ആദ്യം ഡയറക്ടർ ആവുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അസോസിയേറ്റ് ആക്കും എന്നൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെ കാലം കടന്നുപോയി. ഇതിനിടയിൽ ഒരു ദിവസം പാദമുദ്ര സുകുമാര സാറുമായിട്ട് ഞാൻ ആദ്യമായിട്ട് പാദമുദ്ര സുകുമാര സാറിനെ കാണുന്നത് സാറിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്. സാറ് വന്ന് എന്നെ പാദമുദ്ര എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജയ്ക്ക് വിളിക്കാൻ വന്നത് തരങ്ങണിയിൽ. പാവം, എൻ്റെ വീട് അന്വേഷിച്ച് ശാന്തി വിളി. മനോഹരമായ ഒരു കാർഡുമായിട്ട് മോഹൻലാലിൻ്റെ മാധുപണ്ടാരം ഒരു കാളയുമായിട്ട് നിൽക്കുന്ന പടം. ഞാൻ പൂജയ്ക്കൊക്കെ പോയി. അവിടെയൊക്കെ ഷാജി കൈലാസ് വളരെ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വാർത്ത വരുന്നു, ഷാജി കൈലാസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകും. ആ വാർത്തകൾ ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് ഷാജി കൈലാസ് ആ പടത്തിന് വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലാണ് എൻ്റെ വിവാഹം. എനിക്ക് വിവാഹ ക്ഷണക്കത്തും കൊണ്ട് ആളുകളെയൊക്കെ വിളിക്കാൻ പോകണം. ഒരുപാട് തിരക്കുണ്ട്. വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, ഞാനും എൻ്റെ അനിയനും ഇല്ലല്ലോ. അവൻ ഇതിലൊന്നും സഹായിക്കില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. ഞാനും അമ്മയും കൂടിയാണ് എല്ലായിടത്തും കല്യാണം വിളിക്കാനൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ ആ പടത്തിന് പോകാൻ പറ്റില്ല. പക്ഷേ ആ പടത്തിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ജീവിത ഒരു രാഗം എന്ന് പറഞ്ഞാൽ കൽപ്പറ്റി ചെയ്ത പടമായിരുന്നു. ആ പടത്തിന് മദ്രാസിൽ റീറെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ അറിയുന്നത് ഇന്ന് ഷാജി കൈലാസിൻ്റെ ന്യൂസിൻ്റെ റെക്കോർഡിംഗ് ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നേരെ റെക്കോർഡിംഗ് നടക്കുന്ന സ്റ്റുഡിയോയിൽ ചെന്നു. അവിടുത്തെ തിരക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കായിരിക്കാം, ടെൻഷനായിരിക്കാം, എന്നെ മുമ്പ് കാണുന്ന രീതിയിൽ
ഷാജി കൈലാസ് കണ്ടില്ല. ഞാൻ കൂടുതൽ അടുത്ത് സംസാരിക്കാനും നിങ്ങൾ ഇതിൽ ആരെ അസോസിയേറ്റ് ആയിട്ട് വച്ചു വന്നു, എനിക്ക് വരാൻ പറ്റില്ല, ഞാനിങ്ങനെ എൻ്റെ കല്യാണമാണെന്നോ ഒന്നും പുള്ളിയോട് പറയാൻ പോയില്ല. പുള്ളി ഭയങ്കര ജാട കാണിക്കുമ്പോൾ എനിക്ക് തോന്നി. പോടാവില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ കളഞ്ഞിട്ട് പോയി. റെക്കോർഡിങ് കഴിഞ്ഞ് മിക്സി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രതിഫലവും വാങ്ങി തിരുവനന്തപുരത്തേക്ക് പോന്നു. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ന്യൂസ് മാസ് ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഏരീസിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെയാണ് ഇവരെല്ലാം താമസിക്കുന്നത്. ഷാജി കൈലാസും ആനന്ദക്കുട്ടനും ഒക്കെ അവിടെയാണ് താമസിക്കുന്നത്, ആൽവിൻ ആൻ്റണിയൊക്കെ. അപ്പോൾ അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എൻ്റെ പത്രപ്രവർത്തന കാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന കെ ശ്രീകുമാറാണ്. അപ്പോൾ ശ്രീകുമാർ വേണം എൻ്റെ കല്യാണത്തിന് വീഡിയോയും സ്റ്റില്ലും ഒക്കെ എടുക്കാൻ. അത് ശ്രീകുമാറിൻ്റെ എനിക്ക് തരുന്ന സംഭാവനയാണ്, പൈസ കൊടുക്കണ്ട, അവൻ ചെയ്തു തരാം, ഞാൻ ചെയ്തു തരാം എൻ്റെ കണക്കായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഞാൻ ആ ഹോട്ടലിൽ പോയിരുന്നു. അപ്പോൾ ഷാജി കൈലാസും ആനന്ദക്കുട്ടനൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആനന്ദക്കുട്ടനാണോ രവി കെ ചന്ദ്രനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും ഞാൻ ഹായ് പറഞ്ഞിട്ട് അകത്ത് പോയി. ശ്രീകുമാറിൻ്റെ റൂമിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്രീകുമാറിൻ്റെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങിങ്ങ് പോയി. ഞാൻ ഇയാളെ ഷാജിയെ പഴയ ബന്ധത്തിൽ കാണിച്ചില്ല. അങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്. 2 ദിവസത്തേക്ക് പകരം ആരെയോ ബെന്നി ആശംസയോ അതുപോലെ ആരെയോ സ്റ്റില്ലിന് വെച്ചിട്ട് ശ്രീകുമാർ അതിൽ നിന്ന് ഫ്രീ ആയി എൻ്റെ കല്യാണം എടുക്കാനായിട്ട്. ഈ 2 ദിവസം ശ്രീകുമാർ എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീകുമാർ ഷാജി കൈലാസിനോട് പറയുന്നത്, ശാന്തിവിള ദിനേശൻ്റെ കല്യാണമാണ് നാളെ. അപ്പോൾ ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജോസ് തോമസ് ആണ്, ഇപ്പോഴത്തെ സംവിധായകൻ ജോസ് തോമസ്. ഓ അത് ശരി, ശാന്തിവിളയുടെ കല്യാണമാണോ എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പുതിയ വീട് വയ്ക്കുന്നതിന് മുമ്പുള്ളതാണല്ലോ, പൊളിച്ച വീട്, ആ പഴയ വീട്ടിലാണ്. ആളും ബന്ധുക്കളും എല്ലാം ഉണ്ട്, ബഹളവും ഒക്കെ ഉണ്ട്. രാത്രി ഒരു 11:30-12 മണിയായപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൽ ആരോ മുട്ടുന്നു. എൻ്റെ അനുജനം ആരോ ഇറങ്ങി ചെന്നു, അസമയമായിട്ട് ചെന്നപ്പോൾ ദിനേശില്ലേ ഉണ്ട്, ഒന്ന് വരാൻ പറയും. അപ്പോൾ എൻ്റെ ഒന്ന് പറഞ്ഞിട്ടേ 3-4 പേര് വന്ന് നിൽക്കണ്ടേ, നിന്നെ വിളിക്കുന്നു. ഞാൻ ഗേറ്റ് തുറന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മി വിളറിപ്പോയി. ഭൂമി പിളർന്ന് താഴെ പോയാൽ മതിയെന്ന് തോന്നി. ഷാജി കൈലാസും ജോസ് തോമസും ഈ പറഞ്ഞ ക്യാമറമാൻ ആനന്ദക്കുട്ടനാണ് രവി കെ ചന്ദ്രനാണെന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ വന്ന് നിൽക്കുക റോഡിൽ. ഞാനിങ്ങനെ ഇറങ്ങി ചെന്ന് എന്ത് പണിയാണ് ശാന്തിവിള നിങ്ങൾ കാണിച്ചത്? നാളെ നിങ്ങളുടെ കല്യാണമാണല്ലേ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങളെന്താ എന്നെ വിളിക്കാത്തത്? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയില്ലേ, അതുകൊണ്ട് വിളിക്കാത്തത്. ചുമ്മാ പറഞ്ഞതാ. അത് ശരിയായില്ല കേട്ടോ നിങ്ങൾ എന്നോട് കാണിച്ചത്. അന്ന് എനിക്ക് ജോസ് തോമസുമായിട്ട് അത്രയും അടുപ്പമില്ല. ഷാജി തേയ് എന്ന് സംസാരിക്കണം, ഞാൻ ഇടയിൽ വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. അകത്തൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വിളിക്കാതല്ലേ ഞങ്ങൾ വന്നത്, ഇവിടെ ഒന്ന് സംസാരിച്ചാൽ. ഞങ്ങൾ ശിവകുമാറിനെ അന്വേഷിച്ച് വന്നതാണ്, ശിവകുമാറിൻ്റെ ഒരു കാര്യം പറയാൻ വന്നതാണ്. ചുമ്മാ 1 മണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ച് അവസാനം ശാന്തനായി. എവിടെ നിന്നാണ് പെൺകുട്ടി കാര്യങ്ങളെല്ലാം ചോദിച്ച് ഷാജി കൈലാസും സംഘവും കാർ കയറിങ്ങ് പോയി രാത്രി 12 മണിക്ക്. ഞാൻ അതുപോലെ ചമ്മിയ ഒരു മുഹൂർത്തമില്ല. ചെയ്യരുതായിരുന്നു അങ്ങനെയെന്ന് എനിക്ക് തോന്നി. വർഷങ്ങൾ കഴിയുന്നു, ഷാജി മലയാളത്തിലെ നമ്പർ 1 സംവിധായകരിൽ ഒരാളായി മാറുന്നു. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ ഷാജിയോട് ഒരു പടത്തിൽ എന്നെ അസോസിയേറ്റ് ആയിട്ടോ അതിൻ്റെ PR ആയിട്ടോ ഒന്ന് സഹകരിപ്പിക്കാമെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. ശാന്തിവിളെ നമ്മുടെ ഒരു പഴയ വാക്കുണ്ടല്ലോ വരുന്നോ എന്ന് ഷാജിയും ചോദിച്ചിട്ടില്ല. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഈ അടുത്ത കാലത്ത് മേനക സുരേഷ് കുമാറിൻ്റെ അമ്മയുടെ 90 വയസ്സ് നവതി ആഘോഷിക്കുകയാണ്. അപ്പോൾ സുരേഷ് കുമാർ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ദിനേശെ വളരെ ഞങ്ങൾ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, പിന്നെ ദിനേശിനെ പോലെ ഒരു വളരെ വേണ്ടപ്പെട്ട 2-3 പേരേ ഉള്ളൂ. സ്ഥലവും പറഞ്ഞു തന്നു കവടിയാറിൽ. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു കൊച്ചു ഓഡിറ്റോറിയത്തിലാണ്, AC ഒക്കെ ഉണ്ട്, പക്ഷേ ചെറിയ ഓഡിറ്റോറിയത്തിലാണ്. പൂരപ്പറമ്പിനുള്ള ആളുണ്ട്, കാറിടാൻ പോലും സ്ഥലമില്ല. ഞാൻ എത്രയോ ദൂരെ കൊണ്ടുവന്ന് കാറിട്ടിട്ട് നടന്നു വരികയാണ്. ചന്നം പിന്നെ മഴയും പെയ്യുന്നുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഷാജി കൈലാസും ആനിയും ഒരു മകനും കൂടെയുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് വിശപ്പടിച്ചു തുടങ്ങിയപ്പോൾ ഷാജി കൈലാസ് പറഞ്ഞു, ഞങ്ങളൊരു വേറൊരു സീരിയൽ നടിയുടെ മോളെ കല്യാണത്തിന് പോയിട്ടാണോ ഒന്ന് അവിടെ നിന്ന് ഉണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാജി ഈ ഭാരങ്ങൾ കൊണ്ടു കിടക്കുന്ന ആളല്ല, വലിയ സംവിധായകൻ എന്നുള്ള ഭാരമൊന്നും ഷാജിക്കില്ല. നമുക്ക് അങ്ങോട്ട് നിൽക്കാം എന്ന് പറഞ്ഞു ഊണ് വിളമ്പുന്നതിൻ്റെ അവിടെ പോയി നിന്ന് കഴിച്ചുകൊണ്ടിരുന്നവർ എണീറ്റ് മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത ആളുകൾ ഇടിച്ച് കയറി കഴിഞ്ഞു. ഇങ്ങനെ അപ്പോൾ ഷാജി എന്താ പറയുക, ഞാനിങ്ങനെ 4 പ്രാവശ്യം 5 പ്രാവശ്യം ഇതുപോലെ ഒന്നും നിന്നിട്ട് കിട്ടിയില്ല, ഈ സുരേഷ് കാണിക്കുന്ന വേല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ പറഞ്ഞു, യവന്മാരുണ്ടഴിക്കുമ്പോഴേ ഇപ്പം നമ്മളെ പറ്റിച്ചതുപോലെ നമുക്കും പോയി ഓരോ ആളിൻ്റെ പുറകെ പോയി നിൽക്കാം എന്ന് പറഞ്ഞു. നാണം കെട്ട പണിയാണെങ്കിലും പോയി നിന്ന് വിശപ്പല്ലേ,
ഓരോരുത്തരും ആനി ഒരാളിൻ്റെ പുറകെ, ഷായി കൈലാസ് ഒരാളുടെ പുറകെ, മകൻ ഒരാളുടെ പുറകെ, ഞാനൊരാളുടെ പുറകെ, അങ്ങനെ നിന്നു. അപ്പം ഞാൻ മകനോട് ചോദിക്കുന്നുണ്ട്, മോനെ വിശക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവൻ ഇല്ലെന്നാണ് പറയണത്. ഷാജി ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോഴാണ് അവിടെ ഇട്ടിരിക്കുന്ന മേശയുടെ 2 മേശയുടെ അപ്പുറത്ത്, എല്ലാം കൂടെ ഒരു 30-40 പേർക്ക് ഇരിക്കാൻ പറ്റും, അത്രയും സ്ഥലമേ ഉള്ളൂ. ആ സൈഡിലുള്ള മേശയിൽ ആനിക്ക് പരിചയമുള്ള ആരോ 4 പേരിരിക്കുന്നു. ആനി പറഞ്ഞു, ഞാൻ അവിടെ പോയി നിൽക്കാം. ആനി അവിടെ പോയി നിന്നു. ഇതുപോലെ തന്നെ ഉണ്ടില്ല, തീർന്നില്ല എന്നൊക്കെ തോന്നി. എച്ചിലെല്ലാം എടുക്കുമ്പോൾ തന്നെ എല്ലാവരും കയറി ചാടിക്കറി ഇവിടെ ഇരുന്നപ്പോൾ ഷാജിയുടെ കഷ്ടാലത്തിന് ഷാജിക്ക് തോന്നി ആനി അവിടെ ഇരിക്കില്ല, അവിടെ ഇരിക്കാം. അവിടെ അതിനിടയ്ക്ക് ആനി 3 സീറ്റ് പിടിച്ചു. 4 സീറ്റ് പിടിച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ടാന്ന് കൈ കാണിച്ചു. 3 സീറ്റ് പിടിച്ച് അവിടെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക, ഷാജിക്കും മോനും കൂടെ ചേർത്ത്. ഇവരതിലിരുന്നു. അപ്പോൾ എൻ്റെ ഇങ്ങനെയൊക്കെ ഷാജി കാണിച്ചു. ഇലയിട്ട് കറി വിളമ്പി ചോറിടുന്നതിന് മുമ്പായിട്ട് ഷാജിയുടെ കാതിൽ ആരോ വന്ന് എന്തോ രഹസ്യം പറഞ്ഞു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന TK നായർ സാറ് രാവിലെ ഈ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അദ്ദേഹവും ഭാര്യയും പിന്നെ ആരോ 2 പേരും കൂടെ ഉണ്ട്, 4 പേര്. സാറിന് സമയത്തിന് എന്തോ മരുന്നൊക്കെ കഴിച്ചാൽ ആഹാരം കഴിക്കണം, ഷിവറിങ് ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ സാറിന് ഈ ഊണ് കഴിച്ചേ പറ്റൂ. ഇപ്പോൾ വന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് TK നായർ സാറിന് ഇരിക്കാനായിട്ട് ഒന്ന് എണീറ്റ് വരുമെന്ന് ചോദിച്ചു. ഷാജി ആനി അടക്കം 4 പേരെ എണീപ്പിച്ച്. എനിക്ക് സീറ്റ് ഇവിടെ കിട്ടുകയും ചെയ്തു. ഷാജിയും ആനിയും മകനും എണീറ്റു. ഷാജി നേരെ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഉണ്ണാനാണ് വിധി, ഇവിടുത്തെ സദ്യ ഉണ്ണാൻ വിധിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാജി ഇറങ്ങിപ്പോയി. ഇങ്ങനെ ഒരുപാട് ഷാജി കൈലാസിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എപ്പോൾ ആലോചിച്ചാലും, എൻ്റെ വിവാഹത്തെ പറ്റി ആയാലും സിനിമാ രംഗത്തെ കാര്യങ്ങളായാലും ആലോചിച്ചാൽ എനിക്ക് ഷാജി കൈലാസ് കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ വന്നത് ഓർമ്മ വരും. ഇതുവരെ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഷാജിയോട് സംസാരിച്ചിട്ടേ ഇല്ല. ഷാജി മറന്നിരിക്കാം ചിലപ്പോൾ. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാക്ടയുടെ ജനറൽ ബോഡി നടക്കുന്നിടത്ത് ചോരുണ്ടെങ്കിലേ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റൂ, നമ്മൾ താരങ്ങളുടെ പുറകെ നടക്കരുത്, നമ്മളൊരു സാങ്കേതിക പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിർമ്മാതാക്കളുടെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു ഘോരം ഞാൻ പ്രസംഗിക്കുക. അന്ന് ഇപ്പോൾ ഹെഫ്കയിലുള്ള ഏറെക്കുറെ എല്ലാ പേരും, CB മലയിൽ അടക്കമുള്ളവരെല്ലാവരും ആ പക്ഷത്താണ്, കമലടക്കം എല്ലാവരും. അന്ന് അതിലില്ലാത്തത് ഇപ്പോഴത്തെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി മാത്രമില്ല. അദ്ദേഹം അന്ന് ബൗദ്ധികമായി ചിന്തിച്ച് മറ്റേ റോസ് പൗഡറും ബിഗ് കോച്ച് അടക്കുന്ന അപ്പുറത്ത് വശത്തായിരുന്നു. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം മുഴുവൻ ഫോൺ ഓൺ ചെയ്ത് വെച്ച് ഹൈദരാബാദിലുള്ള കലാഭവമണിക്ക് കേൾപ്പിച്ചു കൊടുത്തു ഷായി കൈലാസ്. എന്നെ പാരവയ്ക്കാൻ വേണ്ടിയല്ല, പാരവയ്ക്കാനാണെങ്കിൽ ആ ഫോൺ കൊണ്ടൊന്നും എനിക്ക് തരില്ലല്ലോ. ഷാജിക്ക് കുട്ടിക്കളിയാണ് ഇപ്പോഴും. 3-4 പിള്ളേർ വലുതായെങ്കിലും ഷാജിയുടെ കുട്ടിക്കളി മാറിയിട്ടില്ല. ഞാൻ ഓരോരം പ്രസംഗിച്ച് കഴിഞ്ഞിടം തന്നെ ഷായി കൈലാസ് എൻ്റെ പറഞ്ഞത്, ദിനേശേ മണി ലൈനിലുണ്ട്, നിന്നോട് സംസാരിക്കണം. ഞാൻ ഫോണെടുത്തിടൻ മണി ഒന്നും മിണ്ടാതെ, ഹലോ, ഞാനും നിങ്ങളും ഗണേശ് ചേട്ടൻ്റെ കാറിൽ സുരേഷ് ഗോപി ചേട്ടൻ SUT ആശുപത്രി കിടക്കുമ്പോൾ ഒരു യാത്ര ചെയ്ത പരിചയമേ നമ്മൾ തമ്മിലുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു സിനിമ ചെയ്യാനായിട്ട് ഡേറ്റ് തന്നു. ഇപ്പം നിങ്ങളിവിടെ പ്രസംഗിക്കുകയാണ്, നടീനടന്മാരുടെ പുറകെ നമ്മൾ നടക്കരുത്, നമ്മൾ കാശ് മുടക്കുന്നതിൻ്റെ കൂടെ നിൽക്കണം. അതെന്ത് ന്യായം? ഞാൻ പറഞ്ഞു അതാണ് ന്യായം. പറഞ്ഞ് ഞങ്ങളും തെറ്റി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് മണി, ചാലക്കുടിയിൽ നിന്ന് ഒരുത്തൻ ഓട്ടോറിക്ഷ ഓടിച്ച് മലയാള സിനിമയിലേക്ക് വരും, അവനെ വെച്ച് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞല്ല ദിനേശ് ഹരികുമാറിൻ്റെ അസിസ്റ്റൻ്റ് ആയത്. അത് വിട്ടുപിടി. അപ്പോൾ പറഞ്ഞു, സ്വരം നന്നല്ല എന്ന് തോന്നിയപ്പോൾ പറഞ്ഞു, വൈകുന്നേരം ഞാൻ റൂമിൽ വന്ന ശേഷം സംസാരിക്കാം, ഡേറ്റൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഫോൺ കൊണ്ടുവന്ന് ഷാജിക്ക് കൊടുത്തപ്പോൾ ഷാജി അപ്പോഴും എന്നെ നോക്കി ചിരിക്കുക, നിനക്ക് ശരിക്കും കിട്ടിയല്ലടേ എന്നുള്ള രീതിയിൽ. ഷാജി അങ്ങനെയാണ്. അന്ന് രാത്രി ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഇരുന്നിട്ട് ഞാൻ ഹൈദരാബാദിലേക്ക് വിളിച്ചപ്പോൾ മണി പറഞ്ഞു, രാവിലെ പറഞ്ഞ പല്ലവി തന്നെ ആവർത്തിക്കുക. അപ്പം ഞാൻ സഹികെട്ട് ഞാൻ പറഞ്ഞു, സിനിമ എന്ന് പറഞ്ഞാൽ മണിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഗീവ് ആൻഡ് ടേക്ക്, കൊടുക്കുക വാങ്ങുക, അത്രയേ ഉള്ളൂ. ഞാനൊരു നല്ല കഥ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രതിഫലം എന്നോട് ചോദിച്ചു, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സിനിമയിൽ കേട്ടോ, അതിനപ്പുറം നമ്മൾ ചർച്ച ചെയ്യേണ്ട. അങ്ങനെ പറഞ്ഞ് അവസാനം എന്നോട് പറഞ്ഞു, ഞാൻ നാളെ ചാലക്കുടിയിൽ തിരിച്ചെത്തും, മറ്റന്നാൾ കാലത്ത് എന്നെ വിളിക്കൂ, അപ്പം പറയാം ഈ സിനിമ ചെയ്യാൻ പറ്റുമോ, എന്ന് ചെയ്യാൻ പറ്റും എന്നുള്ള പറയാം. അപ്പോൾ എനിക്കറിയാം, നമ്മൾ പത്രക്കാരനായി ഒരുപാട് കാലം മുട്ടയിട്ടതല്ലേ. സിനിമാക്കാരെപ്പോഴും ഒരാളെ ഒഴിവാക്കുകയാണെങ്കിൽ പറയുന്നത് ഒന്നുകിൽ ഈ കഥയൊന്ന് മാറ്റിപ്പിടിക്കണം, ഇല്ലെങ്കിൽ
3 വർഷം കഴിഞ്ഞേ ഡേറ്റ് ഉള്ളൂ എന്ന് പറയും. അങ്ങനെ എൻ്റെ ജയറാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ജയറാമിൻ്റെ ചോദിച്ചത് 3 വർഷം കഴിഞ്ഞ് നീ ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പെന്ന്. ശാന്തിയുള്ള വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കും. ഞാൻ പറഞ്ഞു സോറി ജയറാം, ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചാണല്ലോ ജയറാമുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചത്. അതിങ്ങനെ അവരിങ്ങനെ കള്ളം പറയും. അപ്പോൾ നാളെ ചാലക്കുടിയിൽ വന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഇവൻ പറയാൻ പോകുന്നത് ഒന്നിൽ കഥ മാറ്റണം, ഇല്ല എങ്കിൽ 3 വർഷം കഴിഞ്ഞേ ഡേറ്റ് ഉള്ളൂ എന്നായിരിക്കാം. നാളെ വിളിക്കാതിരുന്നാൽ മതിയല്ലോ. ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ രഘുനാഥ് പലേരിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ചേട്ടാ ഇങ്ങനെയാണ്, അതുകൊണ്ട് അവനെ നമ്മൾ ഒഴിവാക്കുകയാണ്, പകരം നമ്മൾ ലാല് സമ്മതിക്കുമെങ്കിൽ ലാലിനെ വെച്ച് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ സിനിമയിലെ നായകനായിട്ട് ലാല് വരുന്നത്. ഷാജി കൈലാസിന് ആ ഫോൺ കോൾ കൊണ്ടാണ് എൻ്റെ സിനിമയിൽ മണി നഷ്ടപ്പെട്ടത്. അയാളതിന് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ പടത്തിന് കൊടുത്തു ആ ഡേറ്റ്. അതിലൊന്നും എനിക്ക് നിരാശയൊന്നുമില്ല. കാരണം ലാലു പോലും എന്നോട് പറഞ്ഞത്, ലാലേട്ടൻ എന്നോട് പറഞ്ഞത്, ദിനേശേ ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് നീ എടുക്കുന്നത്. ഞാനിപ്പോൾ അഭിനയിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നെ നായകനാക്കരുത്, 10 പൈസ കിട്ടില്ല. ഞാനതിലെ മൂത്ത മകൻ്റെ വേഷം ചെയ്തോളാം, കാരണം നിന്നെ എനിക്കിഷ്ടമാണ്, നീ മണിയുമായിട്ട് കോംപ്രമൈസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഏട്ടാ, ഈ പ്രോജക്റ്റ് നടന്നില്ലെങ്കിൽ ശരി, ഇനി അവനുമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത ആളാണ് ഞാൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാറ്റയുടെ ജൽബോഡിക്ക് അല്ല എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് ഞാൻ GS വിജയനും കൂടെ പോകുമ്പോൾ, GS വിജയനാണല്ലോ ആദ്യമായിട്ട് ക്യാമറ മുന്നിൽ നിർത്തിയത് സീരിയലിൽ. അപ്പോൾ പോകുമ്പോൾ മണി വിജയൻ ചേട്ടനെ വിളിച്ചു. എവിടെ ഉണ്ടോ നീ എന്നൊക്കെ പറഞ്ഞ് വിജയേട്ടൻ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. നിൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്തിരിപ്പുണ്ട് കേട്ടോ, ശാന്തിയുള്ള ദിനേശ് എന്ന് പറഞ്ഞു. മണി അപ്പുറത്ത് നിന്ന് കട്ടി കളഞ്ഞു. വിജയേട്ടൻ ഒരൊറ്റ ചിരി എന്നെ നോക്കിടാ, നിൻ്റെ പേര് പറഞ്ഞ പോകാൻ ഫോൺ കിട്ടി കളഞ്ഞു. എന്നാലും പാവം ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ച ആളാണ്. നമ്മൾ എവിടെയോ പറഞ്ഞു തുടങ്ങി, എവിടെയോ എത്തി. എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഈ ചമ്മലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.